ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമുള്ളൊരു വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോസ് ഒന്നും ഇടലില്ല. അങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്ന യൂട്യൂബ് ചാനലിനെയൊക്കെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് ഈദ് വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഇപ്പോൾ കുറേ ആയി ഇതുപോലെ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എത്രത്തോളം എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാണാം കേട്ടോ വീഡിയോ. അപ്പോൾ ഇതാ ഈദിൻ്റെ തലേദിവസം തൊട്ടിട്ടുള്ള വ്ളോഗാണ് ഇത്. തലേദിവസം ഇതാ മോക്ക് ഇതാ മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം എല്ലാവർക്കും ഇൻസ്റ്റൻറ്റ് മെഹന്തിയാണ് യൂസാക്കിയത്. തീരെ ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ പെരുന്നാളിന് മെഹന്തി ഇല്ലാണ്ട് എന്തല്ലേ, അങ്ങനെ വിചാരിച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് പിന്നെ ഇതാ പിറ്റേന്ന് നേരം വെളുത്തെണീറ്റ് കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതാ ദിക്റൊക്കെ ചൊല്ലിയിരിക്കുകയാണ് കേട്ടോ. അസ്സലാമലൈക്കും. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പം നമ്മൾ പെരുന്നാൾ കുളിയൊക്കെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ചായ കുടിക്കാൻ പോവാ അല്ലേ, നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട്. അതെ അതെ. അപ്പോൾ നൗഷയ്ക്ക് മക്കളൊക്കെ ഉറങ്ങാം കേട്ടോ, ചായ കുടിക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ പ്രാവശ്യവും പത്തിരിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി പെരുന്നാളിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ഇപ്രാവശ്യം അതൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല, കാരണം നൗഷൊക്കെ എന്തായാലും പള്ളിയിൽ പോയി വരുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരും കേട്ടോ, എന്തെങ്കിലുമൊക്കെ ചായയും സ്നാക്സൊക്കെ. അപ്പോൾ പിന്നെ ഞാനും ഉമ്മയും മാത്രമല്ലേ ഉള്ളൂ. സെറമോൾ എന്തായാലും കുറച്ച് ലേറ്റ് ആവും എണീക്കാൻ. പിന്നെ നൗഷൊക്കെ വരുമ്പോൾ നമുക്ക് പൂരിയും ഭാജിയൊക്കെ വാങ്ങി വന്നു കേട്ടോ. പിന്നെ അതാ ഉമ്മൻ്റെ കയ്യിലെ മെഹന്തിയൊക്കെ നോക്കിയിരിക്കുകയാണേ. പിന്നെ നമ്മൾ നേരെ ബിരിയാണി പണിയിലോട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇപ്പം നല്ല കോഴിക്കോടൻ ദം ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്യുകയാണ്. പിന്നെ ഇതാ നമ്മൾ മസാല, മുളക്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെച്ച് അരിയൊക്കെ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ച് കഴുകുകയാണ് കേട്ടോ. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പം കുറച്ച് നേരം ഈ ജീരകശാല അരി നമ്മൾ കുറച്ച് സമയം സോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നല്ല ചോറ് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ് ആവും. പിന്നെ ഇതാ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉള്ളി ഫ്രൈ ചെയ്യുകയാണ്. നമ്മൾ ബിരിയാണീൻ്റെ ഒരു എന്താ പറയുക സീക്രറ്റ് എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ദം ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണ്, കോഴിക്കോടൻ ദം ബിരിയാണി. പിന്നെ നമ്മളെ ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും കേട്ടോ. വീഡിയോ എടുക്കുന്നതിൻ്റെ അടുക്കതാ കുറച്ചൊന്ന് മുന്തിരിയൊക്കെ ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, ഈ ഫ്ലെയിമൊക്കെ കൂടിയിട്ട്. അതൊന്നും പ്രശ്നമില്ല. പിന്നെ ഇതാ ടൊമാറ്റോ ഒക്കെ ഇതാ നമ്മൾ കട്ട് ചെയ്ത്, ഞാനും ഉമ്മയും കൂടി തന്നെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പണി തീരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈദാകുമ്പോഴും ബാക്കി എന്ത് ഫംഗ്ഷൻ വരുമ്പോഴും എനിക്ക് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്, എനിക്ക് മാത്രമല്ല വീട്ടിലെല്ലാവർക്കും മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്തെങ്കിലും ഒരു സ്വീറ്റ് വേണമെന്ന് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ബ്രെഡ് കസ്റ്റാർഡ് പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ പാലൊക്കെ തിളപ്പിച്ചിട്ട് കസ്റ്റാർഡ് പൗഡറൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്ത് എല്ലാം സെറ്റാക്കുന്നുണ്ട്. അപ്പം അമ്മ ഒരു ഭാഗത്തുനിന്ന് മസാല എല്ലാം സെറ്റാക്കുമ്പം ഞാനൊരു ഭാഗത്തുനിന്ന് കസ്റ്റാർഡും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, രണ്ടാളുള്ളതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പെട്ടെന്ന് പണി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കസ്റ്റാർഡ് പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ അനിയന്മാർ ഓർമ്മ വരും കേട്ടോ, കാരണം അവർക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അവരെ ഈ പെരുന്നാളിന് നല്ല നമ്മൾ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ, കാരണം ആരുമില്ല, ഉമ്മയും ഇവിടെ തന്നെ. അപ്പോൾ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഷാനുൻ്റെ കൂടെ ഉണ്ടായിരുന്നു പെരുന്നാളിന്. അപ്പോൾ ഈ പുഡിംഗ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ അതിന് വേണ്ടിയിട്ട് ഞാനിത് കസ്റ്റാർഡൊക്കെ മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ച പാലിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു കസ്റ്റാർഡ് പുഡിങ് നല്ല ടേസ്റ്റാണ്, അധികം എന്താ പറയുക പണിയുമില്ല, പക്ഷെ സിമ്പിളും ആണ്, എന്നാലോ നല്ല ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് തന്നെ അധികം നേരം ഫ്രീസ് ചെയ്യണ്ട, കൂളാക്കണ്ട, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ ഒന്ന് ചൂട് തണിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമ്മറിലൊക്കെ കഴിക്കാൻ നമുക്ക് ടേസ്റ്റിയാണ്. ഗസ്റ്റ് എന്നല്ല, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഡെസേർട്ടൊക്കെ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ തന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ബിരിയാണിക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുന്നത്. നമ്മളിതിൽ കൂടുതൽ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യൂല കേട്ടോ. ബിരിയാണിക്ക് അല്ലെങ്കിലും കൂടുതൽ സ്പൈസസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഫുള്ള് പോവേ. അപ്പോൾ ചിക്കൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യൂല, ജസ്റ്റ് അതിൽ മഞ്ഞൾപ്പൊടിയും പെപ്പറും പിന്നെ നാരങ്ങനീരും ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂർ അങ്ങനെ വെക്കും കേട്ടോ. അപ്പം തന്നെ സെറ്റാവും. പിന്നെ നല്ല പണികളൊക്കെ നല്ല തകൃതിയായിട്ട് അവിടെ നടക്കുന്നുണ്ട്. ഞാൻ കസ്റ്റാർഡ് എല്ലാം കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഇട്ടിട്ട് സെറ്റാക്കാണ്. പിന്നെ മസാലയൊക്കെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന എത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പും പറഞ്ഞ് വീഡിയോ ഇടാൻ കാരണം ആർക്കെങ്കിലും ബിരിയാണി ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക്, പ്രത്യേകിച്ച് നമ്മളെ കോഴിക്കോടൻ ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് അത് ട്രൈ ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഈ ഫ്രൂട്ട് കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കുന്നതിനും ടേസ്റ്റിയാണ് കേട്ടോ. നമ്മളെ ഈ ഒരു ബ്രെഡ് കസ്റ്റാർഡ് പുഡിങ് പോലെ ആക്കുമ്പം ഈ ഒരു ബ്രെഡ് അതിൽ മിക്സ് ആക്കുന്ന സമയത്ത് ശരിക്കും സോക്കായിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അത് ഉണ്ടാക്കാത്തവർ എന്തായാലും വൺസ് അത് ട്രൈ ചെയ്യണേ. കാരണം എനിക്ക് പൊതുവേ ഇഷ്ടമാണ് ഈ ഒരു ബ്രെഡ് കസ്റ്റാർഡ് പുഡിങ്. ആ ബ്രെഡിൻ്റെ ഓവറായിട്ടുള്ള സ്വീറ്റും ഉണ്ടാവില്ല, ബ്രെഡൊക്കെ അതിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ടാകുമ്പം നമ്മളൊരു കേക്ക്, ട്രസ്ലെച്ചസ് കേക്കൊക്കെ കഴിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇതാ മസാല ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മളെ കസ്റ്റാർഡും ഇതാ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. മസാല സെറ്റായിട്ടുണ്ടെങ്കിൽ തന്നെ ബിരിയാണീൻ്റെ ഒരു 80% ഫിനിഷായിട്ടോ. പിന്നെ നമുക്ക് റൈസ് മാത്രം ഉണ്ടാക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പുഡിങ് ട്രേ എടുത്തിട്ട് അതിൽ കുറച്ച് കസ്റ്റാർഡ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. കുറച്ചധികം തന്നെ സ്പ്രെഡാക്കുക കേട്ടോ, കാരണം ബ്രെഡ് അതിൽ ഡിപ്പ് ചെയ്ത് നിൽക്കണം. പിന്നെ നമ്മൾ ബ്രെഡ് ഇങ്ങനെ അതിൻ്റെ സ്ലൈസ് ആക്കിയിട്ട് അതിൻ്റെ സൈഡൊക്കെ ബ്രൗൺ പാർട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഒരു 4 പീസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 6 പീസോ 4 പീസ് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെസ്റ്റ് സൈസാണ് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ബ്രെഡിൽ ഡിപ്പ് ചെയ്യുന്ന രീതിയിൽ എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഒരു ലെയർ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഒരു ലെയറും കൂടെ വെക്കാം കേട്ടോ. ഞാനെന്തായാലും കുറച്ചും കൂടെ അതിൻ്റെ തിക്നെസ്സും അതുപോലെ തന്നെ കൂടുതൽ എമൗണ്ടും ആക്കാൻ വേണ്ടിയിട്ട് ഒരു ലെയറും കൂടെ ബ്രെഡ് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കസ്റ്റാർഡ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റാർഡ് ലാസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് അതിൻ്റെ മേലെ തന്നെ സ്പ്രെഡ് ചെയ്യാം കേട്ടോ. ആൽമണ്ട്, പിസ്താഷ്യോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് സ്പ്രെഡ് ആക്കാം. ഇനി ചോക്ലേറ്റ് വേണമെങ്കിൽ അത്, ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് സ്പ്രെഡ് ആക്കാം. ഞാനെന്തായാലും എൻ്റെ അടുത്തുള്ള ആൽമണ്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ സ്പ്രെഡാക്കിയപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പൊക്കി പറയല്ല, കാണാൻ കുറച്ചും കൂടി നമ്മളെന്തും പ്രസൻറ്റേഷനും കൂടെ നന്നാക്കണമല്ലോ അല്ലേ. നമുക്ക് ടേസ്റ്റും പ്രസൻറ്റേഷനും ആകുമ്പോഴാണ് ആ ഒരു ഐറ്റംസ് കൂടുതൽ പെർഫെക്റ്റ് ആവുന്നത് അല്ലേ. അപ്പോൾ ഒന്നും കൂടെ ഭംഗിയൊക്കെ ഉണ്ടായി കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്നും ഇടണമെന്ന് വിചാരിച്ചതല്ല, പിന്നെ ബാക്കി ബാലൻസ് കണ്ടപ്പോൾ അത് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. നമ്മളെപ്പോൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഒനിയനാണ് എടുക്കുക, അതായത് പച്ച ഉള്ളി കുറച്ചെടുക്കും. പിന്നെ ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി കുറച്ച് നമ്മൾ ലാസ്റ്റ് ബിരിയാണിയിൽ നമ്മൾ ദമ്മാക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് വെക്കല്ലോ, അത് നമ്മൾ കുറച്ച് ഈ മസാലയിലും സ്പ്രെഡാക്കി കൊടുക്കും കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു റിയൽ ഒതൻറ്റിക് ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഇത് ഞാൻ റിയലായിട്ടുള്ള കാര്യം പറയാം കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ. ഈ ഒരു മസാലയൊക്കെ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബിരിയാണി ഇതുപോലെ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആവും കേട്ടോ. ഈ ഒരു ഫ്രൈ ചെയ്ത ഒനിയനൊക്കെ അതിലിടുമ്പം അതിൻ്റെ തന്നെ വേറെ ടേസ്റ്റും കൂടും. പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്നവരോട് എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് സ്പൈസസ് ഒന്നും ഇട്ടിട്ട് കളറൊന്നും ചേഞ്ചാക്കി ഓവറാക്കരുത് കേട്ടോ. അപ്പോൾ ബിരിയാണീൻ്റെ ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് തന്നെ പോവേ. പകരം നിങ്ങൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും ആവും. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ചിക്കനും ഫ്രൈ ചെയ്ത്, പിന്നെ ഇതാ നമ്മൾ കുറച്ച് തൈരും ആക്കുന്നുണ്ട് കേട്ടോ. തൈരും ചമ്മന്തിയും അച്ചാറൊന്നും ഇല്ലാണ്ട് ബിരിയാണിക്കൊരു കംപ്ലീഷൻ വരില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതാ കുറച്ച് ക്യാരറ്റും കുക്കുംബറും എല്ലാം ഇട്ടിട്ട് കുറച്ച് തൈരും മിക്സാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാലൻസ് ബിരിയാണീൻ്റെ റൈസ് മാത്രം കുക്ക് ചെയ്യാനോ ഉള്ളേ. അപ്പോൾ ഇതിപ്പോൾ ഞാനിതിൽ ഇങ്ങനെ സ്പ്രെഡാക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ ഒനിയൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു ഓയിൽ ഗീ മിക്സ് ഉണ്ട്. അത് ഞാൻ കുറച്ച് ഇതുപോലെ മാറ്റി വെക്കും കേട്ടോ ഒരു പാത്രത്തിൽ. അത് എന്നിട്ട് ലാസ്റ്റ് ബിരിയാണി നമ്മൾ ദമ്മിടാൻ നേരത്ത് അതിൻ്റെ മേലെ സ്പ്രെഡാക്കി കൊടുക്കുക. അതും കൂടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇതിലുള്ള. അപ്പോൾ വേറെ ഗീ ഒന്നും ഇതിൽ പിന്നെ എക്സ്ട്രാ നമ്മൾ കുറേ ആഡ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ബിരിയാണി ഉണ്ടാക്കുമ്പം റൈസിലാണെങ്കിൽ ഒരുപാട് ഗീ ഇട്ടിട്ടുണ്ടെങ്കിൽ, മസാലയിൽ ഒരുപാട് ഗീ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ
ആ റൈസിൻ്റെ ടേസ്റ്റേ പോകും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു വീഡിയോ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതൊന്നല്ലേ, ജസ്റ്റ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെറമോൾ ഇതാ ലേറ്റ് ആയിട്ടാണ് എണീറ്റ് വന്നത്. പിന്നെ ഇതാ കുളിച്ച് മാറ്റാണ് ഡ്രസ്സൊക്കെ ഇട്ട് ഉമ്മ കുറച്ചും കൂടെ മുടിയിൽ വെള്ളമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തോർത്തി കൊടുക്കുന്നുണ്ട്. വേണ്ട ഇത് സെറമോളെ കുളിച്ച് മാറ്റുന്ന ഡ്രസ്സാട്ടാ. ഇനി വേറെ ഉണ്ട്. മൈലാഞ്ചി ഒന്ന് കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും. നമുക്ക് മൈലാഞ്ചി നോക്കട്ടെ. മൈലാഞ്ചി ഇങ്ങനെ വെക്കും. വേണ്ട സെറമോളെ കയ്യിലെ മൈലാഞ്ചി. സെറ നോക്ക്, പുതിയ ക്ലിപ്പാണ്. പുതിയ ക്ലിപ്പുണ്ട്. നല്ല പഠിച്ചോനെ. ഇതെത്ര ദിവസത്തേക്കാ ഫിദൂട്ടിയെ? ഇന്നത്തേക്ക് അല്ലേ? ആ ബോർഡും കംപ്ലീറ്റ് ഇന്നേക്കല്ലേ? ഒരൊറ്റ ക്ലിപ്പിന്റെ ബോക്സ്. ഇന്നത്തേക്കിന്റെ മോക്ക് ഓരോ ടൈമിന് ഓരോ ക്ലിപ്പാണ്. കോറിഡോറിൽ കൊണ്ടുപോയി ഇടുക, അവിടെ എവിടെയും കഴിച്ചിടുക. അതാ നമുക്ക് ഓരോ ടൈമിന് ഓരോ ക്ലിപ്പാണ് കേട്ടോ. ഇതിപ്പോ നമ്മള് നോർമലി സിമ്പിൾ ഡ്രസ്സിംഗ് ആണ് അമ്മ. കുളിച്ച് മാറ്റാൻ നമ്മൾ എടുത്ത ഡ്രസ്സാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇടാന് ഓള് ബിരിയാണി ഒക്കെ വെക്കുന്നതിനെ കൊണ്ട് വീട്ടിൽ നിന്ന് ഇടാന് പുതിയ ഡ്രസ്സ് അല്ല, ഈ ഡ്രസ്സാ. ഒരു ക്ലിപ്പ് കുത്തി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മുടി വേറെ ഒക്കെ ഇട്ടു കേട്ടോ. ഓ സൂപ്പർ. ഇങ്ങോട്ട് നോക്ക് സെറ. മോളെ കയ്യിലെ മൈലാഞ്ചി കണ്ടോ? മറ്റേ കൈ കാണിച്ചേ. വാ സെറ അങ്ങോട്ട് നോക്ക്. സെറ മോനിതാ സൂപ്പർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടിടാ. ഫ്രൂട്ടീൻ്റെ ഡ്രസ്സ് ഇത് ഷെനുമോനിടാ പുതിയ ഡ്രസ്. ചേനക്കുട്ടനെ ഒരു ഉമ്മ എടുക്ക് ബേബിക്ക്. അങ്ങനെ മക്കളെ രണ്ടാളെയും കുളിപ്പിച്ചൊക്കെ മാറ്റിയൊക്കെ കൊടുത്തു കേട്ടോ, പുതിയ ഡ്രസ്സൊക്കെ. പിന്നെ അവർ രണ്ടാളും എണീക്കാനൊക്കെ ലേറ്റ് ആയിരുന്നു. മോൻ പിന്നെ രാവിലെ എണീറ്റ് ഒരു പ്രാവശ്യം പാലൊക്കെ കുടിച്ച് പിന്നെയും കിടന്നതാണ്. പിന്നെ നമ്മളിതാ ബിരിയാണി ദം പൊട്ടിക്കാണ്. ഈ ബിരിയാണി ദം പൊട്ടിക്കുമ്പോൾ ഒരു സ്മെല്ല് വരാനുണ്ട് കേട്ടോ. അതൊരു ഭയങ്കര സ്മെല്ലാണ്. നമുക്ക് എന്താ പറയുക, ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല എന്ന് പറഞ്ഞ മാതിരി നല്ലൊരു അടിപൊളി സ്മെല്ലാട്ടോ. ഈ ടൈമാണെങ്കിൽ നല്ലോണം വിശന്നിരിക്കുന്ന ഒരു ടൈമുമായിരുന്നേ, ഉച്ച സമയത്ത്. അപ്പം തന്നെ എനിക്ക് ചോറ് കഴിക്കാനുള്ളൊരു ടെൻഡൻസി ആയിരുന്നു കേട്ടോ. ബിരിയാണീൻ്റെ സ്മെല്ലും കൂടി ആയപ്പോൾ പിന്നെ പറയണ്ട. അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ആദ്യം തന്നെ നൗഷൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ ടൈമിൽ വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി, മോന് കരച്ചിലൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇതാ ഉമ്മ കസ്റ്റാർഡൊക്കെ വിളമ്പി കൊടുക്കുകയാണേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം. പിന്നെ നൗഷൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതാ സെറമോക്ക് ചോറ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണേ. സെറമോളാണെങ്കിൽ എന്നാലും ഭയങ്കര മടിയെന്നു കേട്ടോ. ഒരു ഫുഡും കഴിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുന്നേ, ഭയങ്കര മടിയെന്നു ഫുഡൊക്കെ കഴിക്കാൻ. അപ്പോൾ ഇതാ ഞാനും ഉമ്മയും കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് പ്ലേറ്റിൽ വിളമ്പാണ്. ബിരിയാണി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ ഇതാ ചമ്മന്തി, അച്ചാർ, തൈരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മോനൊക്കെ ഒരു ഭാഗത്താക്കിയതിന് ശേഷം ഞാനും ഉമ്മയും കൂടെ കഴിക്കാനിരിക്കുകയാണേ. അപ്പോൾ സംഭവം ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി കേട്ടോ, നല്ല ടേസ്റ്റ്. പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ബിരിയാണി. അപ്പം ഉമ്മ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മനോട് ഞാനിങ്ങനെ അഭിപ്രായം ചോദിക്കുക കേട്ടോ, എങ്ങനെ ഉണ്ട് എന്നൊക്കെ. അതാണ് അടിപൊളി എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇപ്പുറത്തുനിന്ന് ഞാനും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് കസ്റ്റാർഡും കഴിച്ച് വയറൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മളൊന്ന് പുറത്തിറങ്ങാണേ. ഇപ്പം തന്നെ ഈ വീഡിയോയിൽ കാണാം കേട്ടോ, നിങ്ങൾക്ക് വെയിലുണ്ട്. ഇതന്നെ ഒരു 5 മണി 5:30 ആയപ്പോഴാണ് കേട്ടോ നമ്മൾ അവിടെ എത്തിയത്. വീണ്ടും സ്ഥിരം വരുന്ന അലോസൻ പാർക്കിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ എന്നും വരുന്ന അലൂസൻ പാർക്ക് ആട്ടോ, കസറ അലൂസൻ. ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ തന്നെ അൽഫലേൻ്റെ നെക്സ്റ്റ് സിഗ്നൽ കേട്ടോ, മാർക്ക് ആൻഡ് സേവിൻ്റെയൊക്കെ നിയർ ആയിട്ട് വരും. ഇവിടെ പോകാൻ നല്ല രസമാണ്.
ഒരു എന്താ പറയുക, ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, ഒരു വൈബാണ്. ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമാണ്. ബസ്സൊന്നും കയറി പോകണ്ട കേട്ടോ, നമുക്ക് നിയർ ബൈ ആണ്, നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. നമ്മൾ പിന്നെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് വെയിലായതുകൊണ്ടും പോകുന്ന സമയത്ത് ടാക്സി വിളിച്ച്, വരുന്ന സമയത്ത് നമ്മളിതുപോലെ വാക്കിംഗ് ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതാ സെറമോക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര കളിയാണ്. ആ വെള്ളത്തിലോട്ടിട്ട് സെറമോള് പിന്നെ ഫോട്ടോ എടുക്കാൻ ഒരു ഫോട്ടോ പോലും എടുക്കാൻ കിട്ടില്ല കേട്ടോ. മാറ്റി കൊടുക്കാന്നല്ലാണ്ട് എനിക്ക് എൻ്റെ ഫോണിലൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒന്നോ രണ്ടോ ഫോട്ടോ ഒക്കെ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ നമ്മൾ എടുക്കൽ കേട്ടോ. സിനിമോനാണെങ്കിൽ പുറത്തിറങ്ങിയപ്പോൾ വെള്ളമൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അമ്മേൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക, പുറത്തേക്ക് ആ ബാക്ക്വേർഡ് സൈഡിലോട്ട് നോക്കിയിട്ട് വെള്ളമൊക്കെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്ത്. സെറമോൾ ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഓടി കയ്യിൽ പിടിച്ചെടുക്കണം കേട്ടോ, എന്നാലേ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളൊരു ഭാഗത്ത് നിൽക്കും, സെറ വേറൊരു ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഓടും കേട്ടോ. ഇങ്ങനെ അതേപോലെ സോപ്പിട്ടൊക്കെ പിടിച്ച് കയ്യിലൊക്കെ ഒതുക്കി നിന്നാലൊക്കെ നമുക്ക് ഫോട്ടോയും വീഡിയോസൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും വിചാരിക്കില്ല എല്ലാ മക്കളും ഒരുപോലെ അല്ല കേട്ടോ. നമ്മളൊരു മക്കളുമായിട്ട് കമ്പയർ ചെയ്തത് എല്ലാ ആൾക്കാരും ഡിഫറെൻറ്റാണ്. ഇപ്പം എൻ്റെ മോളെ കാര്യം പറയുകയാണെങ്കിൽ ഇതന്നെ, അവളെ ഫോട്ടോ എടുക്കാനൊന്നും തീരെ കിട്ടൂല കേട്ടോ, പോസ്റ്റ് ചെയ്യേയില്ല. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാത്രം എടുത്തിട്ടുണ്ടേ കിട്ടൂ. ഇല്ലെങ്കിൽ നമ്മൾ ക്യാമറ ഓൺ ആക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ അവിടെ നിന്ന് മാറും കേട്ടോ, അല്ലെങ്കിൽ ആ പോസ്റ്റ് ചേഞ്ച് ചെയ്യും. അങ്ങനെയാണ് അവളെ കഥ. അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് എന്തായാലും കുറച്ച് ഫോട്ടോസ്, നല്ല ചൂടുണ്ടായിരുന്നേ. ഒന്നാമത് നമുക്ക് എങ്ങനെയെങ്കിലും പോയിട്ട് പെട്ടെന്ന് തിരിച്ച് വരാനുള്ള ഒരു മൈൻഡ് സെറ്റായിട്ട് അവിടെ നിന്നത്. കാരണം ചൂടായതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ജ്യൂസോ ചായ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ തോന്നാണ് കേട്ടോ. ആ ടൈമിൽ അത്ര ദാഹം ഉണ്ടായിരുന്നേ. ഇപ്പോൾ ഇതാ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരാനുള്ളൊരു സെറ്റായി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മളെ നുസ്രത്തിനെയും ഫാമിലീനെയും കണ്ടിട്ടുണ്ടായിരുന്നേ, നമ്മളെ ഫ്രണ്ടാണ്. അതൊന്നും എനിക്ക് ഇതിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ സെറമോള് വന്നിട്ടുണ്ടെങ്കിൽ സ്ഥിരം അവൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൾ നമ്മളടുത്ത് ഓടി രക്ഷപ്പെടുന്നൊരു സ്ഥലം, അതിവിടേക്കാണ് കേട്ടോ. ഇപ്പം വന്ന് ഇവിടെ സ്ഥലമൊക്കെ ഫുള്ള് ബൈഹാർട്ടാണ്. സെറ ഓടി അവിടുന്ന് ഇവിടേക്ക് എത്തലാണ്. അങ്ങനെ ഏകദേശം ഒരു ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കവർ ചെയ്ത് അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ വരാൻ നിൽക്കുകയാണ് കേട്ടോ. ഏകദേശം ഇതാ മക്കളും ഇളിയാൻ തുടങ്ങിയിട്ടുണ്ട്. സെനുമോനൊക്കെ എണീറ്റ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒന്നാമത് ചൂടായതുകൊണ്ട് നമുക്ക് കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റൂല കേട്ടോ. പിന്നെ ഇതാ സെറമോൾ ആകെ ആ വൈറ്റ് ഡ്രസ്സിലൊക്കെ കംപ്ലീറ്റ് ഡസ്റ്റി ആക്കിയിട്ടുണ്ട്, ആ മെറ്റൽ സ്റ്റോണിലൊക്കെ കളിച്ചിട്ട്. പിന്നെന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞു മക്കളല്ലേ, അവർ എൻജോയ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഈദിടെ തന്നെ, എന്നാലും ഞാനിങ്ങനെ ഈ മെറ്റലൊക്കെ എടുത്ത് കളിക്കുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ, സെറാ വാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് ഞാൻ വിളിക്കുന്നുണ്ട് മാക്സിമം. അപ്പോൾ ഇത്ര കേട്ടോ നമ്മളൊരു കുഞ്ഞു ഈദ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് അമ്മൻ്റെ ഒരു ഈദ് സോങ്ങും കണ്ടിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. വൈത്തുകൾ മൂളുന്ന കാറ്റലേ കണ്ടുവോ നീ ആമാരനെ, ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ. അപ്പോൾ ആരും മറക്കേണ്ട, വീഡിയോ കണ്ട് ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.